Okay. Welcome to the 6th episode of Velam Cherkade. Hi. Hi all. ഇത് നമ്മുടെ ടൂറിംഗ് ടെസ്റ്റ് പാസ്സായി എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? GPD 4.5 ആണ് പാസ്സായത്. എന്തൊക്കെയാണ് അതിന്റെ ഒരു ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്? ടൂറിംഗ് അത് ആക്ച്വലി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ടൂറിംഗ് ടെസ്റ്റിന്റെ ഹിസ്റ്ററി നോക്കുകയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ട്സ് വിത്ത് അലൻ ടൂറിംഗ് എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യൻ ആണ് ഇത് ഈ ടൂറിംഗ് ടെസ്റ്റ്. അതെ, ഇമിറ്റേഷൻ ഗെയിം സിനിമ. പുള്ളി ടെസ്റ്റിനെ വിളിക്കുന്നത് ഇമിറ്റേഷൻ ഗെയിം എന്നാണ്. അതിൽ നിന്നാണ് ആ സിനിമയുടെ പേര് വന്നത്. അപ്പം ഇപ്പോ ടെസ്റ്റ് നടത്തിയേക്കുന്നത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലാണ്, സാന്റിയാഗോ. അവിടെ ഒരു 3-4 ഇതുപോലത്തെ AI ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് എലീസ എന്ന് പറഞ്ഞിട്ട് 1970s-ലോ 1965-ലോ കണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാം. പിന്നെ ഇപ്പോഴത്തെ ഉള്ള മെറ്റയുടെ ഒരു AI ചെയ്തിട്ടുണ്ട്. ലാമ 3.5 ആണെന്ന് തോന്നുന്നു, D405 അങ്ങനെ എന്തോ പറഞ്ഞൊരു മെറ്റയുടെ AI ചെയ്തിട്ടുണ്ട്. അതെ, അതിനെപ്പറ്റി നമുക്ക് പറയാം. എന്താണ് ട്യൂറിംഗ് ടെസ്റ്റ്, എന്താണ് അതിന്റെ പ്രൊസീജിയർ, എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യണത്, അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് എടുക്കണത്, അതിനെ പറ്റിയൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടോന്ന. അത് ഇപ്പൊ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിന്റെ ഡിസൈൻ സിമ്പിൾ ആണ്. അതായത് ഒരു മനുഷ്യൻ ഒരു 5 മിനിറ്റത്തേക്ക് ഒരു ടെസ്റ്റ് ആണ്. ഇതില് 2 എഴുതുന്ന ആളുണ്ടാവും, അത് ഈ ടെസ്റ്റ് ആൻസർ ചെയ്യുന്ന ആള്. ഒന്ന് ഒരു മെഷീൻ ആയിരിക്കാം, ഒന്ന് ഒരു മനുഷ്യനായിരിക്കാം. ഈ 5 മിനിറ്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിൽ സൈമൾട്ടേനിയസ്ലി ഉത്തരം പറയണം. അതായത് ഈ രണ്ടുപേരും അറ്റൻഡ് ചെയ്യുന്ന എക്സാമിനി ഉത്തരം പറയണം. ഈ 2 പേരും ഉത്തരം പറയുന്ന സമയത്ത് ഇത് ഈ ജഡ്ജ് ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ആൻസർ ആണെങ്കിൽ നമുക്ക് രണ്ടും പറയാം. ഇത് രണ്ടും മനുഷ്യനാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. AI അല്ല, അത് മനുഷ്യനാണ്, ഹ്യൂമൻ ആണെന്ന് കൺവിൻസ് ചെയ്യുക. അതാണ് ട്യൂറിംഗ് ടെസ്റ്റ്. അത് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ AI ഹ്യൂമൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഈ ജഡ്ജിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് പാസ്സായി എന്ന് പറയാം. അതായത് ബേസിക്കലി ഇതിന്റെ ടൈറ്റിൽ തന്നെയുണ്ട്. അതായത് ഇമിറ്റേറ്റ് ചെയ്യുക. അതായത് എന്തോ ഒരു മെഷീൻ മനുഷ്യനെ ഇമിറ്റേറ്റ് ചെയ്യുക. ആ ഇമിറ്റേഷൻ എന്തോരം പെർഫെക്റ്റ് ആണോ അതിനനുസരിച്ചിരിക്കും ഇത് പാസ്സാവുന്നത്. ഇപ്പൊ ട്യൂറിംഗ് ടെസ്റ്റ് ഇപ്പോ റിലേറ്റീവ്ലി പല രീതിയിലും പാസ്സാവാം. ഇതില് കുറെ വേരിയബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഇതിന്റെ ജഡ്ജ് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ജനറലി ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ളതും, നമുക്ക് ഒരാൾക്ക് അങ്ങനത്തെ എക്സിസ്റ്റൻഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം, പിന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കുറച്ച് ഇപ്പോ ഇയാള് ശരിക്കും ഇമാജിൻ ചെയ്താണോ പറയുന്നത്, ഒരു മനുഷ്യന്റെ ഇമാജിനേഷൻ ലെവൽ എന്തോരം ഉപയോഗിക്കും, നമുക്കത് കേട്ടാൽ മനസ്സിലാവുമല്ലോ ചില കാര്യങ്ങള്. അപ്പൊ അത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആവുന്നു, അതായത് തിരിച്ചറിയാൻ പറ്റാത്ത സ്റ്റേജിൽ എത്തുന്നു. 1-2 ക്വസ്റ്റ്യൻ എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിള് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നമ്മുടെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ചോദിക്കാം. നിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഫിയർ എന്തായിരുന്നു, അത് നിന്റെ ഭാവിയിൽ നിന്നെ എങ്ങനെ അഫക്ട് ചെയ്തു എന്നുള്ള കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതെ, അതൊരു വാലിഡ് ടൈപ്പ്. ഹരിയായിട്ട് സംസാരിച്ചപ്പോ ഹരി നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ, അങ്ങനെ നമ്മളൊരു ഫിലോസഫിക്കൽ കോട്ട് എന്ന് പറയാം. അതായത് ഡു ഓർ ഡൈ. ഇത് പറഞ്ഞത് ഏത് മഹാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ചിലപ്പോ സെർച്ച് ചെയ്ത് ഇത് ഇയാള് പറഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഫ് ചെയ്ത് പോയി. അങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾക്ക് അങ്ങനെ ഒരു ജഡ്ജിനും അറിയണല്ലോ എങ്ങനെ വിലയിരുത്തണമെന്ന്. ഒരു സാധാ മനുഷ്യന് തിരിച്ചറിയാമല്ലോ. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ നമ്മള് ഇതിപ്പോ ഇമേജ് ജനറേഷൻ വെച്ചിട്ട് കുറെ ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കൊത്തുപണി ചെയ്ത ഒരു കുതിര, അല്ലെങ്കിൽ പിന്നെന്താ, അങ്ങനത്തെ കുറെ കാര്യങ്ങള്. ഇങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ പണിതു, ആൾക്കാർ പണിതാണെന്നൊക്കെയാണ് കുറെ ആൾക്കാർ വിചാരിക്കണം. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഓൾഡർ ജനറേഷൻ ആയിരിക്കും ഇതിൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതൽ. നമ്മൾ ഈ ടൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതെന്തോ ഒരു ഏലിയൻ ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഈ ക്യാപ്ച എന്ന് പറയുന്നത് ടൂറിംഗ് ടെസ്റ്റ് ആണ്.
നമ്മള് ഇതിന്റെ full സ്ഥിരമായിട്ട് form എന്തായിരുന്നു? കണ്ടുപോകുന്ന ഒരു പാറ്റേണാണ് ഈ സാധനം. ഞാൻ നോക്കിയടാ ഈ പോഡ്കാസ്റ്റിനെ തൊട്ട് മുമ്പ് എന്താണ് ക്യാപ്ചർന്ന്. 1950s തൊട്ട് ഇവർ ഓൾറെഡി ചെയ്യുന്നുണ്ട്, ട്യൂറിംഗ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്തായാലും കേപ്പബിലിറ്റീസ് ഇത്രയും കൂടി, AI ഇത്ര ഇവോൾവ് ആയി. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ട്യൂറിംഗ് ടെസ്റ്റ് പാസ് ആവുന്ന വെച്ചാൽ അത് കുറച്ചുകൂടെ ഒരു ബിഗർ ലീപ്പാണ് കാണിക്കുന്നത്. ക്യാപ്ചയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാം? ക്യാപ്ചയുടെ ഫുൾ ഫോം കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. ഇതാണ് ക്യാപ്ചയുടെ ഫുൾ ഫോം. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടേ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആലോചിച്ചില്ല കേട്ടോ. ഞാൻ ആദ്യം വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു കോമഡി ആയിരുന്നു അത്. ഇതിന്റെ സർവീസ് പ്രൊവൈഡർ ഗൂഗിൾ ഇതിന്റെ ഒരു സർവീസ് പ്രൊവൈഡർ ആണ് റീക്യാപ്ച എന്ന് പറഞ്ഞ സർവീസ്. ക്യാപ്ചർ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് പബ്ലിക് ട്യൂറിംഗ് ടെസ്റ്റ് ടു ടെൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഹ്യൂമൻസ് അപ്പാർട്ട്. അതാണ് അതിന്റെ ഫുൾ ഫോം. ഇത് 2014 ഇത് വേറൊരു ചാറ്റ് ബോട്ട് ഇതിന്റെ ഏകദേശം ഒരു 33% എങ്ങാണ്ട് സക്സസ് ആയി എന്നൊരു ന്യൂസ് നമ്മൾ കേട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഈ സാധനം എന്താ പറയാ ഒരു കംപ്ലീറ്റ്ലി ഒരു ചാറ്റ് ബോട്ട് AI ടെസ്റ്റ് അല്ലെങ്കിൽ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സായതായിട്ട് നമ്മൾ കേൾക്കുന്നത് അല്ലേ? യൂജീൻ ഗുസ്മാൻ അല്ലേ? ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും തോന്നുന്നു അല്ലെ? ഒരുപാട് സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ല, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. വെറും ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ പറയുന്നത് അതിന്റെ ലാംഗ്വേജ് എഫിഷ്യൻസി മാത്രം വെച്ച് നമുക്ക് ഹ്യൂമൻ ഇന്റലിജൻസ് അളക്കാൻ പറ്റും? അത് ലാംഗ്വേജിൽ മാത്രമല്ല, ഇത് ഈ ലാംഗ്വേജ് മോഡലിന്റെ ഒരു ടെസ്റ്റ് അല്ല. അതായത് ഹ്യൂമൻസിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ടെസ്റ്റ് മാത്രമാണ്. ഒരേ മോഡലിന്റെ പല ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആദ്യം ഈ ടെസ്റ്റ് ട്യൂറിംഗ് ടെസ്റ്റ് 1950 അലൻ ട്യൂറിംഗ് നടത്തിയ സമയത്ത് 2 സ്ഥലത്ത് ഇരുത്തിയിരുന്നത് ഒന്ന് ആണിനെയും ഒരു പെണ്ണിനെയായിരുന്നു. രണ്ടാൾക്കും മെഷീൻ ലാംഗ്വേജും കൊടുത്തു. എന്നിട്ട് ആണും പെണ്ണും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരുന്നു തോന്നുന്നു ആദ്യം ടെസ്റ്റ് നടത്തിയത്. അതിനുശേഷമാണ് ഒരു സ്ഥലത്ത് ഒന്നിനെ മെഷീനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന്റെ അകത്ത് മെഷീനും മനുഷ്യനും ഏതാണെന്ന് തിരിച്ചറിയുന്ന രീതിയിലേക്ക് മാറിയത് അതിന് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൂറിംഗിന്റെ സമയത്ത് ഇല്ല പാവം. പുള്ളി വിചാരിച്ചാടേ, പുള്ളി ഒരു മാത്തമാറ്റീഷ്യൻ ആണല്ലോ. അപ്പൊ ഓൾറെഡി എനിക്ക് തോന്നുന്നു പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ആലോചിച്ച് ഒരു മനുഷ്യനായിരിക്കണം. അപ്പൊ പുള്ളി വിചാരിച്ചാണ് ഇതൊക്കെ സംഭവിക്കാം ഫ്യൂച്ചറില്. അന്നേ മെഷീൻസ് ഉണ്ട്. ഇവര് ഇപ്പൊ ഇമിറ്റേഷൻ ഗെയിം സിനിമയ്ക്കകത്ത് തന്നെ അവര് ആ എനിഗ്മ മെഷീന്റെ എന്താണ് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ഇതിന് വേണ്ടിട്ടല്ലേ പുള്ളി ഓരോ വർക്ക് ചെയ്തത്. സൂയിസൈഡ് അങ്ങനെ എന്തല്ലേ പുള്ളി സിനിമയിലാണ്. നമ്മുടെ കോൾ സെന്ററിനകത്തൊക്കെ ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ജോലി പോകും. അതെ, ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന എല്ലാ കാര്യത്തിലും. അതെ, എത്ര തെറി പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. എത്ര ഒരു മടുക്കാത്തൊരു സിസ്റ്റം. അതിനൊരു ഡൗട്ട്. അതായത് നമ്മൾ സംസാരിക്കുന്നത്, നമ്മളിപ്പോ ഒരു എയോട് ഇന്ററാക്ട് ചെയ്യാണ്. അപ്പോ ആ ഇന്ററാക്ടിനനുസരിച്ചല്ല അത് ഇവോൾവ് ആവുക. അപ്പൊ ഒരു കണ്ടീഷൻഡ് ആയിട്ട് പോകില്ലേ? അപ്പൊ പല ആൾക്കാരുടെയും പല രീതിയിലുള്ള തോട്ട് പ്രോസസ് ആയിരിക്കും ഇതിന്. അതിപ്പോ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ലേ? അപ്പൊ അതായത് ഇപ്പൊ നിന്നെ ഇമിറ്റേറ്റ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാല്. എന്തോ ഇത്രയും ഓപ്പർച്യൂണിറ്റി, ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളത് ഇതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റണ്ടേ? അതിന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് സംഭവം. കാരണം ഇത് ട്രെയിൻ ചെയ്യുന്ന എങ്ങനെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് മലയാള ഭാഷ അറിയില്ലല്ലോ. നീ ജനിച്ചു കഴിഞ്ഞിട്ട് ഇത് പഠിച്ചു വരുന്നല്ലേ. ഇപ്പൊ നിന്നെ ഇപ്പൊ ഒരു ആഫ്രിക്കയിൽ കൊണ്ടിട്ട് ആഫ്രിക്കൻ ഏതെങ്കിലും ഒരു ആഫ്രിക്കാൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്ന ഇതിനകത്ത് വളർന്നു വരാൻ നീ അത് പഠിക്കുമല്ലോ. അത് നിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണല്ലോ. അപ്പൊ അതുപോലെ ഓരോ സ്ഥലത്ത് അതുപോലത്തെ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, ഒരു മനുഷ്യനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ ഉള്ള എല്ലാ ഡയലക്റ്റുകളും ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം ChatGPT-യില് മംഗ്ലീഷില് ഒരു കാര്യം പറയാൻ പറഞ്ഞു. അതായത് ഞാൻ ഇംഗ്ലീഷിൽ ഡിസ്ക്രൈബ് ചെയ്തു, അത് മംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു. അപ്പൊ അതായത് ഫോർ എക്സാമ്പിൾ ഈ അതായത് ഹൗ മച്ച്
how much water can fill how many glasses, ഒരു എക്സാമ്പിൾ പറയാട്ടോ. ഫ്രോം 1 liter of water how many these size glasses can I fill? അതില് ഇപ്പൊ മംഗ്ലീഷിൽ പറയാന്ന് വെച്ചാൽ ഈ 1 ലിറ്റർ കുപ്പി കൊണ്ട് 1 ലിറ്റർ കുപ്പി കൊണ്ട് എത്ര ഗ്ലാസ് നിറയ്ക്കാൻ പറ്റും, അത് മംഗ്ലീഷിലാണ്. അതായത് ഇംഗ്ലീഷില് ടൈപ്പ് ചെയ്യണം അവര്, ഇംഗ്ലീഷിൽ ഔട്ട്പുട്ട് തരാണ്. അപ്പൊ അത്രയും വേരിയഡ് ആയിട്ട് അങ്ങനെ എത്ര ലാംഗ്വേജസ് ഉണ്ടാവും, അങ്ങനെ എത്ര ലാംഗ്വേജസ് ആൾക്കാർ. ഇപ്പൊ നമ്മളിപ്പോ വാട്സാപ്പിലൊക്കെ ഞാൻ മലയാളമല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ മംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യണത്. അതുവരെ ഓൾറെഡി ലേൺഡ് ആണ് അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ. പിന്നെ അപ്പൊ അങ്ങനെ ടൈപ്പ് ചെയ്യാം. ഞാൻ വെറുതെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യമില്ലാന്ന്. മംഗ്ലീഷ് അറിയാം, ചാറ്റ് ജിപിടിക്ക് മംഗ്ലീഷ് അറിയാം. നമ്മൾ ചുമ്മാ മംഗ്ലീഷിൽ കൊടുത്താലും മതി. മലയാളം അറിയാവുന്നത് പക്ഷെ ആൾക്കാരുടെ ബിഹേവിയറൽ ഡാറ്റ മലയാളം നമുക്ക് പറ്റൂല, മംഗ്ലീഷ് നമുക്ക് പറ്റൂല. ഉണ്ടെങ്കിൽ ഒരു ബിഗ് എംഎൻസിക്ക് വേണമെങ്കിൽ ആൾക്കാരുടെ ബിഹേവിയർ പഠിക്കാമല്ലോ, ബിഹേവിയർ പ്രൊഫൈൽ പഠിക്കാമല്ലോ. എന്താണ് അത് ഇന്നലെയും തുടങ്ങിയതല്ലോ മനുഷ്യന്റെ. ഇപ്പൊ അഡ്വർടൈസിങ് കമ്പനീസ് ഇതിലാണ് വർക്ക് ചെയ്യണത്. അഡ്വർടൈസ്മെന്റ് കമ്പനി പണ്ട് തൊട്ടേ ഇതാണ് അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. ആൾക്കാരുടെ ബിഹേവിയർ പഠിക്കുക, അതിനനുസരിച്ച് പ്രൊഡക്റ്റ് വിൽക്കുക. എന്ത് കളർ ഉപയോഗിക്കുന്നു, ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡ് ഒരു സ്പെസിഫിക് കളർ റെഡോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കളറോ ഗ്രീനോ, എന്തിനാ ഇത്ര കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് ബിക്കോസ് ഒരു ആപ്പിളിനെയോ ഓറഞ്ചിനെയോ അതിനെയൊക്കെ നമുക്ക് ഹ്യൂമൻ പ്രിമിറ്റീവ് മൈൻഡില് ഫ്രൂട്ട്സ് കണ്ട് അട്രാക്റ്റഡ് ആവും, അതിൽ ഷുഗർ ഉണ്ട് എന്ന് നമുക്കറിയാം. അതൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പ്രൊഡക്ട്സ് അങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ. ഇതൊക്കെ പണ്ടേ നമ്മൾ ചെയ്യുന്നത്, അന്ന് മനുഷ്യരാ ചെയ്തിരുന്നേന്നുള്ളൂ. നൗ ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഈസിയർ ആൾക്കാർക്ക്. കുറച്ചുകൂടെ ലൂപ്പിന്റെ ഉള്ളിൽ പെട്ടോണ്ടിരിക്കുകയാണല്ലേ അല്ലേ. ബേസിക്കലി നമ്മളെ തന്നെ പറ്റിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. അതങ്ങനെയാണ്, കാരണം അതൊരു ക്ലോസ് സിസ്റ്റം ആണ്. എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേസിക്കലി ഒന്ന് ആലോചിക്കുക, ഒരു ഐലൻഡ് ആണ് എർത്ത്. ഈ ഫുൾ മൊത്തം യൂണിവേഴ്സ് എടുത്ത എർത്തില് നമ്മളൊരു ഐലൻഡിൽ പെട്ട പോലെയല്ലേ. ഈ ഐലൻഡിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഉള്ളിലുള്ള സാധനം വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ വേറൊരു പ്ലാനറ്റിൽ നിന്ന് വരാനെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ആൾക്കാർ വരാൻ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാം. ചിലപ്പോ ഒരു ഇൻവേസീവ് സ്പീഷീസ് ഒക്കെ വന്ന് ഐലൻഡ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെയൊക്കെ ആവാം. നമ്മള് ഇതിന്റെ എക്ക് ഈ സാധനം ഉപയോഗിക്കുന്നത് എന്താ പറയാ, പോസിറ്റീവ് സൈഡ്സ് ഉള്ള പോലെ തന്നെ നെഗറ്റീവ് സൈഡ്സും ഉണ്ട് ഒരുപാട്. അല്ലെങ്കിൽ ഒരു പിണറായി അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു നേതാവ്, ഒരു പോപ്പ് എന്തെങ്കിലും ഈ രീതിയിലുള്ള ഒരു സാധനം പറയുന്ന പോലത്തെ ഒരു മെസ്സേജ് ഒക്കെ നമുക്ക് എന്താ പറയാ ഡീപ് ഫേക്ക് ചെയ്തിട്ട് ആൾക്കാരുടെ പ്രൊപ്പഗേറ്റ് ചെയ്യുവാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ കാലം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇമേജിനറി ഓർഡേഴ്സിനെയും തെറ്റിക്കുന്ന അല്ലെ തകിടം മറിക്കുന്ന രീതിയിൽ ഇതിന് മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? അത് അട്രാക്റ്റീവ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. മനുഷ്യർക്ക് അത് കാണുമ്പോ ലൈക്ക് ആൾക്കാർക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും AI ജനറേറ്റഡ് ഒക്കെ. കാരണം റിയൽ വേൾഡിൽ നടക്കാത്ത കാര്യങ്ങളാണല്ലോ ഇതിനകത്ത് ചെയ്യാം. ഗിബ്ലിയുടെ കാര്യം ഹരിയുടെ അടുത്ത് പറഞ്ഞത് നേരത്തെ, ഒറിജിനാലിറ്റിയും കൊടുക്കുക. അതെ, ആ ഒറിജിനൽ വേറെ. ഞാനിപ്പോ എന്റെ ഓർമ്മ ശരിയാണെന്ന് ഒരു പോപ്പും ഏതോ ഒരു ബലൻസിയാഗയും പോപ്പും കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോസ് നേരത്തെ ഇറങ്ങിയിരുന്നു. ഫുൾ ഹൈ ഫാഷൻ സ്വെറ്റർ, വെള്ള സ്വെറ്റർ ഒക്കെ ഇട്ടിട്ട് എല്ലാരും ഹാരി പോട്ടർ ബലൻസിയാഗ ഡിസൈൻ ചെയ്ത എങ്ങനെ. അതൊക്കെ അതെ അതെ അതെ, അതൊക്കെ അത് മുമ്പ് മോർ പ്രിമിറ്റീവ് മോഡൽസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇതൊരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക്, ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. ആ സമയത്ത് നമ്മളെ ലോന്റെ അകത്തേക്ക് ഈ എഐനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുന്നു. അത് ഇൻക്ലൂഡ് ആവുന്നതിന് മുമ്പ് കുറെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. അതെ, ഇവിടെ നമ്മള് ഒരു കറക്റ്റീവ് സിസ്റ്റമാണ് നമ്മുടെ ഗവൺമെന്റിന് സിമ്പിൾ ആയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ. അതെ അതെ, അപ്പോഴാണ് ലോയിലോട്ട് എടുക്കുക. അവരതിന്റെ ടൈം എടുക്കുമല്ലോ. പിന്നെ സ്റ്റേറ്റ് കൺട്രോൾ ക്യാപിറ്റലിസം. യഥാർത്ഥത്തിൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല്, ഇവരുടെ വേൾഡിന് ഈ എഐന്റെ വേൾഡിന് ഹ്യൂമാനിറ്റി റെഡി ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെ അതെ അതെ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഐ ഡോണ്ട് തിങ്ക് വി ആർ റെഡി.
അല്ല നമ്മളതിന് വേണ്ടിയല്ല, നമ്മളത് യൂസ് ചെയ്യാൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മളത് ഇത് മിസ്യൂസ് ഭയങ്കര ചെയ്ത് പവർഫുൾ ഒരു ടൂളാണ്. പിന്നെ നമ്മൾ എന്ത് പിന്നെ സാധനവും ആലോചിച്ച് നോക്കിയേ ഇപ്പൊ ഒന്ന് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെഗുലേഷൻ വരുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്യാ നമ്മള് ബേസിക്കലി. ഇപ്പൊ ന്യൂക്ലിയർ ഒക്കെ മൂവി എടുത്തു വെച്ചിട്ടുള്ള പണ്ടേ ആയി വരും നമുക്കറിയാം. അതാണ് ആർക്കാർക്ക് പക്ഷേ വന്നു കഴിയുമ്പോ ഇത് ഓൾറെഡി ആലോചിച്ച് ഈ സാധനം വരുന്നു, നിന്റെ ജോലി അതുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കളി മാറി. മനസ്സിലായി. അല്ലെങ്കിലേ ഇന്ത്യയിലൊന്നും ജോലിയില്ല. കോൾ സെന്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഇപ്പോഴുള്ള ആൾക്കാർക്ക് കൂടി ജോലി പോയി. കോൾ സെന്റർ ഒക്കെ അതിന്റെ ഏറ്റവും ലീസ്റ്റ്, അതൊക്കെ ഇപ്പൊ തന്നെ മാറി. ഇപ്പത്തെ ഇവിടെ ഒന്നും അല്ല, ഇവിടത്തെ കോൾ സെന്റർ തന്നെ അങ്ങനത്തെ രീതിയിലോട്ട് മാറി. ഡയറക്ടർ ഒന്നും ആരും എടുക്കാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ ഫീൽഡിലും ഇതിനൊരു എഫക്ട് ഉണ്ടെന്നാണോ. ആർട്ട് ആയാലും ലൈക്ക് മെഡിസിൻ ആയാലും. കാരണം ഞാൻ ഏതോ ഒരു ഇതിനകത്ത് കണ്ടായിരുന്നു ഇങ്ങനെ ഏതൊക്കെയോ മെഡിസിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട് അവര്. ചില രോഗം ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ചൈനയിലത്തെയാണ് ഞാൻ വേറെ കണ്ടത്. ഫാർമേഴ്സ് ചൈനയിലത്തെ സംഭവം കേൾക്കണേ ഒരു മിനിറ്റ്, ഇതൊന്നും ഞാൻ പറഞ്ഞോട്ടെ. ചൈനയില് അതായത് സാധാരണക്കാര് ഇതിന്റെ ബെനിഫിറ്റ്സ് ആ ഞാൻ പറയണേ. ഇത് AI വെച്ചിട്ട് അവരുടെ ചെടിക്ക് എന്ത് രോഗമാണ് വരുന്നതെന്ന് ഈസി ആയിട്ട് അവര് റെക്കഗ്നൈസ് ചെയ്യാണ്. പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ചെടിക്ക് എന്താണ് രോഗം, അപ്പൊ അതിനുള്ള പ്രതിവിധി. അതായത് ഒരു ഡോക്ടർമാര്, ചെടിയുടെയൊക്കെ ഡോക്ടർമാര്. അപ്പൊ ഒരു താഴേക്കടലത്തുള്ള ആൾക്ക്, ഒരു ഫാർമറിനോ അല്ലെങ്കിൽ താഴേക്കടയിൽ എന്നല്ല, ഒരു പൂർ ഇസ് ലൈക്ക് ഇവൻ ഡസൻ ഹാവ് ആക്സസ് ടു കംപ്ലീറ്റ് ലൈക്ക് വലിയ വലിയ ഇപ്പൊ പ്രൊഫസർമാരോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബോർഡ് ആയിട്ടോ ഇന്നേലും ആവശ്യമില്ലാതെ ഇത് സിമ്പിൾ ആയിട്ട് ഇത് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ എറർ ഉണ്ടാവാം, ദാറ്റ് ഇസ് നാച്ചുറൽ. പക്ഷെ ഒരു പെർഫെക്റ്റ് സിസ്റ്റം ഫ്യൂച്ചറിൽ ഒരു ഫോണിൽ ഫോട്ടോ എടുത്ത് കഴിയുമ്പോ തന്നെ കിട്ടുവാണെങ്കിൽ തന്നെ വലിയ ചെറിയ കാര്യമാണോ? ഒരു ഇന്റർനെറ്റ് കണക്ഷൻ, ഒരു ക്യാമറ ഫോൺ മതി. എല്ലാവരുടെയും ഉണ്ട് താനും ഇപ്പം. ഇത് നമുക്ക് നമ്മുടെ മെഡിക്കൽ ഇതിലോട്ട് മാറാം. ഇത് മാത്രമല്ല നമ്മുടെ ലൈഫിലും വരും. നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രിയും മാറും, ഈ ഒരു രീതിയിലോട്ട് മാറും. ഇപ്പം ഒരു പനി വരുന്നു, ഒരു ഇത് വരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു അസുഖം വരുന്നു, ഫസ്റ്റ് സ്റ്റേജ് ഡയഗ്നോസ് ചെയ്യണല്ലോ. ഡയഗ്നോസ് ഇതിൽ കൂടെ തന്നെ ഉണ്ടോ. പിന്നെ വളരെ ഫാസ്റ്ററായി മാറാം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാം ടെക്നോളജി ഒക്കെ വരുന്നു, ഫാസ്റ്റർ ആവുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ വ്യക്തിയാ. ഇത് ഫാസ്റ്റർ ആവുന്നൊന്നുമില്ല, അപ്പൊ അടുത്ത ടാസ്ക് കൂടുന്നേ ഉള്ളൂ. അതെ, അത് മനുഷ്യന്റെ ഇത്രയും കാലത്തെ ചരിത്രം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എന്തൊക്കെ മനുഷ്യന്റെ എഫേർട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അതൊക്കെ മനുഷ്യന്റെ ഹാർഡ്ഷിപ്സ് കൂട്ടിയിട്ടേ ഉള്ളൂ. അങ്ങനെ പറയണമെന്നില്ല. എനിക്ക് തോന്നുന്നു അടുത്ത ലെവലിലോട്ട് പോയി ശരിക്കും. എനിക്ക് തോന്നണെന്ന് വെച്ചാൽ മനുഷ്യര്, അതായത് മനുഷ്യരുടെ പ്രൈമലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ സോൾവ് ആയി വന്നപ്പോ കൂടുതൽ കോംപ്ലക്സ് പ്രോബ്ലംസ് നമ്മൾ ടാക്കിൾ ചെയ്യാൻ തുടങ്ങി. അതാണ് സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ പണ്ട് ഒരു ഫുഡ്, ഇപ്പൊ ഒരു ഹണ്ടർ ഗാദറർ സിസ്റ്റം ആണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരു സ്ഥലത്ത് നിന്നാ വെറുതെ ഫുഡ് ഉണ്ടാകുന്ന ഒരു ടെക്നോളജി അവർ കണ്ടുപിടിച്ചില്ല. അപ്പൊ അവർക്ക് റോം അറൗണ്ട് ചെയ്യണം, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഏതെങ്കിലും ആനിമലിനെ പിടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് റയറിംഗ് ഓഫ് ആനിമൽസും പിന്നെ ഫാമിങ്ങും കണ്ടുപിടിച്ചു. അപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ വീട് പണിയാ, സിറ്റിയൊക്കെ ഉണ്ടാവണതിന്റെ ഒരു മുന്നത്തെ സ്റ്റേജ് ഞാൻ പറയണേ. സിറ്റിയൊക്കെ ഉണ്ടാവണതിന് മുമ്പ് ആദ്യം നമുക്ക് ഒരു സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാവണം. ആനിമൽസ് റീപ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിന്ന് പ്രോട്ടീൻ, ചെടികൾ കൃഷി ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കാർബ്സ്, വേറെ എന്താണ് വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് വരാൻ. അപ്പൊ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? നമ്മൾ റെവല്യൂഷനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ 25 മിനിറ്റ് സംസാരിച്ചിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എന്താ പറയാ? അതായത് നമ്മൾ ഇതിന് റെഡിയാണോ? എല്ലാ ടെക്നോളജിയും നല്ലതുമാണ്, നല്ല കാര്യമുണ്ട്, പൊട്ടയുണ്ട്. എല്ലാരും വൈസ്ലി യൂസ് ചെയ്യുക, കുറച്ചും കൂടിയും ബുദ്ധിപരമായിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നോക്കുക. കാരണം അവനവന്റെ കയ്യിലാണ് സംഭവിക്കുന്നത്. എല്ലാവർക്കും ഇപ്പൊ ടെക്നോളജി ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് പോകും. അപ്പൊ അതിനനുസരിച്ച് ഇൻഡിവിജ്വൽസ് കോൺഷ്യസ് ആയിട്ട് ഇത് നമുക്ക് വർക്ക് ഓരോ കേസ് ടു കേസ് സിനാരിയോ നമ്മൾ ജഡ്ജ് ചെയ്ത് തീരുമാനിക്കേണ്ട സിനാരിയോ ആണ്. അതിന് തന്നെയായിരുന്നു തോന്നുന്നു പണ്ടോട്ടെ. വി ഹാവ് ടു ബി മോർ കോഷ്യസ് ആൻഡ് ടേക്ക് ഗുഡ് ആക്ഷൻ. ഇന്ററാക്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട്, കുറച്ചുകൂടെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ടെക്നോളജി കുറച്ചുകൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യുക, അതിനോട് കുറച്ചുകൂടെ ഇന്റഗ്രേറ്റ് ആവുക.
അത് കുറച്ചുകൂടി ഒരു സൈബോർഗ് ലെവലിലേക്ക് പോവാന്നുള്ളതാണ് എഐന്റെ ഒരു അപ്ലിക്കേഷൻ. ഇപ്പൊ നമ്മൾ ഓൾറെഡി സൈബോർഗ് ആയിന്ന് എനിക്ക് തോന്നേ. ഇപ്പൊ നമ്മൾ ഫോണില്ലാത്തൊരു മനുഷ്യനെ നമ്മൾ കാണുന്നില്ല. ടെക്നോളജി കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച മാതിരിയാണ് ബേസിക്കലി. മെട്രിക്സ് കണ്ട പോലെ ഈ മെട്രിക്സിൽ നമ്മളെ ബോഡി കൺട്രോൾ ചെയ്യണം, നമ്മുടെ കംപ്ലീറ്റ് തോട്ട് പ്രോസസ് കൺട്രോൾ ചെയ്യണ ഒരു വലിയൊരു ഓൾ പവർഡ് എഐ. എന്നിട്ട് നമ്മളൊക്കെ സിമുലേഷനിലാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനത്തെ ലെവലിൽ കൊണ്ടുവല്ലേ. എനിവേ, അങ്ങനത്തെ ഒരു നല്ല ടോപ്പിക്കുമായി നമുക്ക് ഇനിയൊരു എപ്പിസോഡിൽ തിരിച്ചു വരാം. അപ്പോ ബൈ.